വിജേഷേ, ഈ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് ദിവസങ്ങളായി ഇപ്പോൾ നടക്കുന്നു. പക്ഷേ ലോക ആശങ്കയിലാണ്. ഇതിൻ്റെ ഒരു അനന്തരഫലം എന്തായിരിക്കും? വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഈ നമ്മൾ കാണുന്നത് പോലെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധം മാത്രമല്ല, ഇതിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പങ്കെടുക്കുന്ന ഒരുപാട് ലോകരാഷ്ട്രങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഉൾപ്പെടെ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുന്നതനുസരിച്ച് ഇവിടെ എണ്ണ വില വർദ്ധിക്കും. നമുക്ക് സാധാരണഗതിയിൽ ഇവിടെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഒരു സാധാരണ മനുഷ്യന്, വലിയ കാശുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടല്ലോ, സാധാരണക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. ആനുപാതികമായിട്ട് യാത്രാ ചെലവ് വർദ്ധിക്കുക മാത്രമല്ല, ഇവിടെയുള്ള നമ്മൾ ഭക്ഷണ സാധനങ്ങൾ, പച്ചക്കറി, ഇപ്പോൾ നമ്മളെ കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പച്ചക്കറി കൊണ്ടുവരുന്നു. ഈ പച്ചക്കറിയുടെ ട്രാൻസ്പോർട്ടേഷന് മാത്രം അവർക്ക് നേരത്തെ ഒരു 500 രൂപയാണ് ചിലവെങ്കിൽ ഈ എണ്ണ വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് 1000 രൂപയിലേക്കോ അല്ലെങ്കിൽ 2000 രൂപയിലേക്ക് എത്തും. അതിന് ആനുപാതികമായിട്ട് അവർ കൊണ്ടുവരുന്ന പച്ചക്കറിയുടെ വില വർദ്ധിക്കും. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന പച്ചക്കറിയുടെ വിലയിൽ ഒരിക്കലും ഇവിടെ നമുക്ക് തരാൻ പറ്റില്ല. അവരുടെ യാത്രാ ചിലവും മറ്റ് ചിലവുകളൊക്കെ വർദ്ധിക്കും. അപ്പോൾ ഈ പച്ചക്കറിയുടെ വില വർദ്ധിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് കുടിച്ചിരുന്ന ചായ 12 രൂപയാവും, അല്ലെ 15 രൂപയാവും. മറ്റ് അതുപോലെ തന്നെ അതിൻ്റെ കടിയുടെയും വില വർദ്ധിക്കും. അപ്പം ഈ അമേരിക്കയല്ല, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ വിലയിൽ ഉണ്ടാകുന്ന വലിയ വർധനമാണ്. ഇവർക്കാണല്ലോ പ്രധാനമായിട്ട് ലോകത്ത് എണ്ണ സപ്ലൈ ചെയ്യുന്ന രാഷ്ട്രം എന്ന നിലയിൽ ഇങ്ങനെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ മറ്റ് രാഷ്ട്രങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ. ഇപ്പോൾ ഇന്നലെ വലിയ യുദ്ധം നടന്നു ഞായറാഴ്ച. അപ്പം അതിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് US ഡോളറിൽ 1.75 ആയിരുന്നു അസംസ്കൃത എണ്ണയുടെ വില. അത് ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് അത് $75 വർദ്ധിച്ചു. അപ്പോൾ എത്രമാത്രം വർധന വന്നു? അത് സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രങ്ങൾക്കുള്ളിൽ മാത്രം നിൽക്കൂല, അത് പുറത്ത് മറ്റ് ഇന്ത്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയേക്കാൾ താഴ്ന്ന ചെറിയ രാഷ്ട്രങ്ങളിലേക്ക് ഒരു അതിൻ്റെതായ പ്രതിധ്വനി ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോകരാഷ്ട്രങ്ങളിൽ നേരിടാൻ പോകുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണ വിലയിൽ ഉണ്ടാകുന്ന വലിയ വർധനവ്. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് അതിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്? നയതന്ത്ര ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ വന്നു, വ്യാപാര കരാറുകൾ പലതും റദ്ദ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ വ്യാപാര ബന്ധങ്ങൾ പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഈ ഒരു യുദ്ധത്തിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ വരാനുള്ള സാധ്യതകളുണ്ട്. പ്രേംലാലിൻ്റെ അഭിപ്രായത്തിൽ എന്തായിരിക്കും ഇനി ഈ ലോകരാഷ്ട്രങ്ങൾ ഇതിൽ നേരിടുന്ന പ്രതിസന്ധി? വിജേഷ് പറഞ്ഞ പോലെ തന്നെ ഈ ഊർജ്ജ പ്രതിസന്ധി, എണ്ണവില അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിനിമയം, ഇതൊക്കെ വലിയ വെല്ലുവിളി നേരിടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ എന്തുകൊണ്ട് ഇറാഖിൽ അമേരിക്ക അധിനിവേശം നടത്തി എന്നുള്ളത്, ഇപ്പോൾ സദാം ഹുസൈനോടുള്ള വിരോധത്തിനേക്കാൾ ഉപരി അമേരിക്കയ്ക്ക് താല്പര്യം അവിടുത്തെ എണ്ണ നിക്ഷേപങ്ങളിലായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇറാഖ് അധിനിവേശം അവർ നടത്തിയത്. അതിന് ഓപ്പറേഷൻ ഡെസർട്ട് സ്റ്റോം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ളൊരു സൈനിക നടപടി ഇറാഖിൽ നടത്തിയത് എണ്ണ നിക്ഷേപത്തിലാണ്. അപ്പോൾ നിലവിൽ ഇറാനിന് മേൽ അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തുന്നില്ല, അവർ മാറി നിൽക്കുന്നു, ഒരു കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇസ്രയേൽ അവിടെ ആക്രമണം നടത്തുമ്പോഴും ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ആസൂത്രകൻ അമേരിക്കയാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. കാര്യം ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്തോ മറ്റുമാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത്. ഇസ്രയേൽ എന്തുകൊണ്ട് അവിടെ ആക്രമണം നടത്തിയപ്പോൾ അവിടെ എണ്ണപ്പാടം ആക്രമിച്ചു? എണ്ണപ്പാടം അവിടെ ലോകത്തെ 2ാമത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഇറാനിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഇറാൻ്റെ ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ ദൗർബല്യവും അവരുടെ എണ്ണ നിക്ഷേപമാണ്. അപ്പോൾ അത് ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇറാൻ അശക്തമാകും എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ പുറത്താണ് എണ്ണപ്പാടങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായത്. അത് ഇറാൻ്റെ വലിയ രീതിയിൽ അവരുടെ കയറ്റുമതിയെ അത് ബാധിക്കും, അവരുടെ സമ്പത്തിനെ അത് ബാധിക്കും. പിന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇറാൻ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ തന്ത്രപരമായി ഇറാനെ ഒറ്റപ്പെടുത്തുക, ഇറാനെ നിരായുധീകരിക്കുക എന്നുള്ള ഒരു നിലപാടിൻ്റെ പേരിലാണ് എണ്ണപ്പാടങ്ങളെ ആക്രമിച്ചത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് വലിയ രീതിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ താരതമ്യേന ഓയിൽ പ്രൊഡക്ഷൻ വളരെ കുറവുള്ള രാജ്യമാണ്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് അത്ര വലിയ പ്രശ്നമില്ല. കാര്യം അവർക്ക് ആഭ്യന്തര ഉപയോഗത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം തന്നെ, ഏകദേശം അത്രയൊക്കെ തന്നെ അവർക്ക് സ്വന്തമായി ഉൽപ്പാദനമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അതിൽ കൂടാതെയാണ് അവർക്ക് ഈ ഇറാഖ് അടക്കമുള്ള അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലെ എണ്ണ നിക്ഷേപങ്ങളെ അവർ കണ്ണുവെക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു കരുതൽ ശേഖരവും അമേരിക്കയ്ക്കുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിണിത ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ പെട്രോൾ ഡീസൽ വിലകളിൽ വലിയ വർധനമുണ്ടാകും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ
നേരത്തെ സർക്കാർ നിയന്ത്രിതമായിരുന്നു ഇത്തരം ഇന്ധന വില വർധനവ് ക്രമീകരിക്കുന്ന അടക്കമുള്ള എന്തെങ്കിലും അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോഴും ആ വ്യത്യാസം കേന്ദ്ര സർക്കാർ ഇടപെട്ട് പരിഹരിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ അത് മാറി. എണ്ണ കമ്പനികൾക്ക് സ്വന്തമായി വില നിർണ്ണയിക്കുക. അവർക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് എണ്ണ വിലയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇപ്പോഴുണ്ട്. പണ്ട് കാലത്ത് ഏതെങ്കിലും തരത്തിൽ എണ്ണ വില വർദ്ധിപ്പിച്ച വലിയ വാർത്തയും കോലാഹലവും ഒക്കെ ആവുന്നത്. പക്ഷേ ഇപ്പോൾ ദൈനംദിനം നമുക്ക് എണ്ണ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. നമ്മളിപ്പോൾ അറിയുന്ന പോലും ഇല്ല. കാര്യം ഇപ്പോൾ നമ്മളെപ്പോഴും അന്നും ഇന്നും 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു എന്ന ലാഘവത്തോടെ നമ്മൾ പറയുമ്പോൾ അതിൽ എത്ര കിട്ടുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങളെത്തി. അതുകൊണ്ട് വളരെ ശാന്തമായി വളരെ സൈലൻ്റായി നമ്മുടെ എണ്ണ വിലയിലും വലിയ വർധനമുണ്ടാകും. ഏറ്റവും വലിയ, അതായത് ഇറാൻ ഇസ്രായേൽ സംഘർഷം ഓരോ ദിവസവും നീണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്കുള്ള അത്തരം സാധ്യതകൾ ഇത്രയും പെട്ടെന്ന്, കാര്യം ഇതിൻ്റെ പരിണിത ഫലം അത് മാത്രമല്ല, ഈ ഇറാൻ ഉൾപ്പെടുന്ന മിഡിൽ ഈസ്റ്റിനെ ആശ്രയിച്ച് കഴിയുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. എത്രയോ ആൾക്കാർ അവിടെ പ്രവാസികളായിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉറപ്പായും ഇപ്പോൾ ഇറാനിൽ മാത്രമായി ഈ യുദ്ധം ഒതുങ്ങി നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് നിരവധി ഏതാണ്ട് 19 സൈനിക താവളങ്ങളുണ്ട്. അത് ഈ ഖത്തർ ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, അങ്ങനെ പല കേന്ദ്രങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ പരന്നു കിടപ്പുണ്ട്. അപ്പോൾ ഇറാൻ അമേരിക്കയുടെ ഇത്തരം സൈനിക താവളങ്ങളിൽ ആക്രമിക്കപ്പെടുകയും അത്തരം മേഖലകൾ കൂടി സംഘർഷ അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രവാസികൾ അടക്കമുള്ളവർക്ക് സ്വന്തം നാടുകളിലേക്ക് മടങ്ങി വരേണ്ടി വരും. പലർക്കും അവരുടെ തൊഴിലിന് യാതൊരു സുരക്ഷിതത്വം ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി, ഒരു അരക്ഷിതാവസ്ഥയും നമ്മുടെ നാട്ടിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് തന്നെ പെടണം. കാര്യം ഇത് ഒരു പരിധിവരെ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നത് ഈ ഗസയുടെ പേരിലാണ്. കാര്യം ഗസയിലെ ഹമാസ് സായുധീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആയുധങ്ങൾ കിട്ടുന്നത് ഏറെക്കുറെ പൂർണ്ണമായും ഇറാനിൽ നിന്നാണ്. അപ്പോൾ ഗസയിൽ ഇസ്രയേലിൻ്റെ പദ്ധതി നടപ്പിലാകണമെങ്കിൽ ഇറാൻ സൈലൻ്റ് ആകണം. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാനെ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഒരു പേരിട്ട് സൈനിക നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഇസ്രയേൽ കരുതുന്നത് ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട്, അത് ഇസ്രയേലിന് ഭീഷണി സൃഷ്ടിക്കും എന്നുള്ള ന്യായം പറഞ്ഞാണ് ഇസ്രയേൽ ആക്രമിക്കുന്നതെങ്കിലും ഇസ്രയേലിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഗസയിൽ അവരുടെ പദ്ധതികൾ യഥാവിധി നടപ്പാക്കണം. അതിന് വിലങ്ങുതടിയായിട്ടുള്ള, അതിന് കണ്ണിൽ കരടായിട്ടുള്ളത് ഇറാനാണ്. അതുകൊണ്ട് ഇറാനെ നിരായുധീകരിക്കുക, ഇറാനെ സൈലൻ്റ് ആക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തുന്നത്. എന്നാൽ ഇറാൻ്റെ കയ്യിൽ ഏതെങ്കിലും തരത്തിൽ ആണവായുധം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു സ്ഥിരീകരണമില്ല. ആരോപണങ്ങൾ മാത്രമാണ്, അത് ഇറാൻ തള്ളിക്കളയുന്നുമുണ്ട്. ഒരു ആണവ ഉടമ്പടി കരാറിൻ്റെ ചർച്ചയിൽ നിൽക്കുമ്പോഴാണ് ഈ യുദ്ധം നടക്കുന്നതെന്നുള്ള പ്രത്യേകതയുണ്ട്. ഇറാൻ അമേരിക്കയുമായി ഉണ്ടാക്കിയ ആണവ കരാറിൽ അമേരിക്ക ഏകപക്ഷീയമായി പിന്നോട്ട് പോയതാണ് ഈ ഒരു സമാധാന അന്തരീക്ഷം തകർക്കാൻ കാരണം. ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു കരാറിലെത്തുകയും ഇറാന് ആണവായുധം ഉണ്ടാക്കാനുള്ള സാഹചര്യം ആ കരാറിലൂടെ കിട്ടും എന്നുള്ളൊരു ആശങ്ക ഇസ്രയേലിനുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇസ്രയേൽ ഇത്തരത്തിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നത്. ഏതായാലും ആ യുദ്ധം ഇപ്പോൾ ഏതാണ്ട് 3-4 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ചിലപ്പോൾ ഈ ആഴ്ച കൂടി ആ യുദ്ധം നീണ്ടുപോകും. അതിനപ്പുറം ഇത് ദിവസങ്ങളോളം നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് യുദ്ധമുണ്ടായാൽ ഉറപ്പായും അതിൻ്റെ അനന്തരഫലം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അനുഭവിക്കാതെ നിവൃത്തിയില്ല. കാര്യം ഇന്ധനത്തിൻ്റെ പേരിലാണ് ഈ യുദ്ധം, എണ്ണയുടെ പേരിലാണ് ഈ യുദ്ധം നടക്കുന്നത്, പകൽ പോലെ വ്യക്തമാണ്. അതിൻ്റെ സംഭരണ വിതരണ ശൃംഖലകൾക്കുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, അതിൻ്റെ അനന്തരഫലം ഇന്ത്യ അടക്കം, പ്രത്യേകിച്ച് നമ്മൾ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും പുറത്തുനിന്ന് വരണം. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം നമ്മളടക്കം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.